നീതീകരിക്കാം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദത്തമാണ്. അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദത്തമാണ്. അബ്രഹാമിന് ദൈവം കൊടുത്തത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിലാണ് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തത്. ഞാൻ ബഹുജാതികളുടെ പിതാവാകും എന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. എനിക്ക് തലമുറ ലഭിക്കും എന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ഭോഷ്കു പറയാൻ കഴിയാത്ത ദൈവത്തിന്റെ സത്യമുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം. അങ്ങനെ വിശ്വാസത്തിൽ സ്തോത്രം പറഞ്ഞ് ശക്തിപ്പെട്ടു. ശക്തിപ്പെട്ടതിന്റെ അടുത്ത അവസ്ഥയുടെ പേരെന്താ? പൂർണ്ണമായി ഉറച്ചു. 100 വയസ്സുള്ള ഒരു കാരണവശാലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് എല്ലാ ആശുപത്രികളും റിപ്പോർട്ട് കൊടുത്ത ഒരാൾ തനിക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ തലമുറ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഉറച്ചാൽ അയാളുടെ വർത്തമാനം കാണുന്നവർക്കായ കരൽപ്പം വട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. വിശ്വാസം സംസാരിക്കും, വിശ്വാസം പ്രവർത്തിക്കും. വാഗ്ദത്തം കേട്ട അബ്രഹാം വാഗ്ദത്തത്തിന് വിരോധമായത് സംഭവിക്കുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ മഹത്വം കൊടുത്ത് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അബ്രഹാമിന്റെ വിശ്വാസം ഒരു ടോപ്പ് റേഞ്ചിലെത്തി. ആ ടോപ്പ് റേഞ്ചിന്റെ പേരെന്താ? പൂർണ്ണമായി ഉറയ്ക്കുക.